വെന്യൂ. അപ്പൊ നമുക്ക് 3-piece സെറ്റ് കാണാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഞാനിപ്പം വേറെ ചെയ്തേക്കുന്ന പാറ്റേൺസ് തന്നെ അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ ചിലതിന്റെ മാത്രമുണ്ട്, എല്ലാത്തിന്റെ ഇല്ല. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് വേറെ ചെയ്തേക്കുന്നതിന്റെ പീസ് നമുക്ക് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് തന്നെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് കണ്ടോ, ഇത് ഫുള്ള് ബീഡ്സ് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് ഇതിനകത്തോട്ട് കണ്ടോ. എന്നിട്ട് എന്താ പറയാ, സീക്വൻസും ത്രെഡും ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അതും ക്രോഷോലേസ് ഉണ്ട്, മിഡിലോട്ട് ഒരു ക്രോഷോലേസും പോയിട്ടുണ്ട് കണ്ടോ. ക്രോഷോലേസ് ഇതുപോലെ അതിന്റെ മിഡിൽ പോർഷനിൽ പോയിട്ടുണ്ട്. അത് ഞാൻ കൊടുത്ത് ഇതുപോലെ ഒരു ക്രോഷോലേസ് ഒക്കെ 4 സൈഡിലോട്ടും. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ, മൽക്കോട്ടൺ ഫാബ്രിക് ആണ്, അത്രയും സോഫ്റ്റ് ആണ്. നമ്മൾ ഇത് വിത്ത് ലൈനിങ് ആണ് ഈ ടോപ്പ് ചെയ്തേക്കുന്നത്, വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ഇതുപോലെ ബോട്ടം വന്നിട്ട് ഇതിന്റെ കണ്ടോ ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് തന്നെ വരുന്ന പെൻസിൽ ബോട്ടം ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് ചെയ്യാം, അത്രയും നല്ല സൂപ്പർ ഫാബ്രിക് ആണ്. ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ്. ഇതിപ്പോൾ അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുമ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 2170 ആണ് വരുന്നത്. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. അതിന്റെ നെക്കിലോട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ ഒരു ഇത് പെയിന്റിംഗ് പോലെ വന്നിട്ടുണ്ട്. ഹക്കോബയാണ് താഴോട്ട് വരുന്ന ഫാബ്രിക്, ഹക്കോബയുടെയാണ് കണ്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ഹക്കോബയുടെ ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആട്ടോ ഇതും നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിന്റെ എൻഡിലോട്ടും ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് കണ്ടോ. എൻഡിലോട്ടും ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മള് എന്താ പറയാ, സാൻഡിൽ കളർ ഈ ഒരു കളർ തന്നെ ബോട്ടം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലോറൽ കളർ വരുന്നത് വേണമെങ്കിൽ വേറെ ചെയ്യാം. ദുപ്പട്ട ഇതുപോലെ 2 സൈഡിലോട്ടും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും. നമുക്ക് വിഷുവിനും ഓണത്തിന് വിഷുവൊക്കെ വേറെ ചെയ്യാം. ഇതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കാഷ്വൽ ആയിട്ട് വേറെ ചെയ്യാം, കാരണം അങ്ങനത്തെ നല്ലൊരു കളറാണ് ഇത് കേട്ടോ. അപ്പം ഇതിന്റെ അൺസ്റ്റിച്ചിലും ഉണ്ട്, സ്റ്റിച്ചിലും ഫോമും ഉണ്ട്. പിന്നെ അടുത്തത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു സെമി ടസർ ലൈക്ക് ഫാബ്രിക് ആണ് കേട്ടോ, പ്യുവർ ടസർ ആണെന്നല്ല. അത് ഇതേപോലെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാനിത് കാണിച്ചപ്പോൾ ഇതിന്റെ ഒത്തിരി പേര് എൻക്വയറി ഉണ്ടായിരുന്നു, വേറെ ഇത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഞാനൊന്ന് വേറെ ഇത് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഞാനിത് വേറെ ഇതല്ല, അതിന്റെ ഭംഗി ഉണ്ടാവും. ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇത് കണ്ടോ. ഇതിന്റെ ടോപ്പിന്റെ ഫ്രണ്ടും ബാക്കും ഇതേ ഒരു ഡിസൈൻ വരും. ഫുള്ളി ബോർഡർ ഒക്കെ ആയിട്ട്. ഇത് പ്യുവർ നല്ല കൂടിയ കോട്ടൺ ആണ് കേട്ടോ. ഇത് ബാക്കാണ് കേട്ടോ. ബാക്കിൽ ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ട് ഇതേപോലെ. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് അതും നല്ല രസമാട്ടോ. ദുപ്പട്ട ഇതുപോലെ വൺ സൈഡ് ഈ ഒരു ഇത് വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ദുപ്പട്ട വൺ സൈഡ് ബോർഡർ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് അതിന്റെ ബോട്ടവും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് കൊണ്ട് പലാസോ ബോട്ടം ആണ്. നേരത്തെ ഞാൻ ഇതിന്റെ അൺസ്റ്റിച്ച് കാണിച്ചായിരുന്നു. ഇതിന്റെ ഇതുപോലെ ഉണ്ടാവും. ഇത് റൗണ്ട് നെക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ഫുൾ വർക്കാണ് കേട്ടോ. ഈ കണ്ടോ, ബീഡ്സ് കൊണ്ടുള്ള വർക്ക് അതിനകത്ത് ചെയ്തേക്കുന്നത്. നെക്കോട്ട ഫാബ്രിക് ആണ്, വിത്ത് ലൈനിങ്, ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ബോട്ടവും ഇത് വരുന്ന റേയോണിലുള്ള പെൻസിൽ ബോട്ടം ആയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ റേയോൺ ആകുമ്പോൾ ഇങ്ങനെ അയൺ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ കളേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അൺസ്റ്റിച്ചഡ് ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നു. ഇതിട്ട് അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുമ്പോൾ 2235 ആണ് വരുന്നത്. അതിന്റെ ദുപ്പട്ടയും ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ, യെലോയിലോട്ട്. അതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ സെയിം റയോൺ തന്നെ. ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെ ഇതേപോലെ ആ യെലോയുടെ തന്നെ പ്രിന്റ്, സെയിം ആ ഒരു ലുക്ക് വരും. സിമിലർ ആയിട്ടുള്ള വർക്ക്. അതിന്റെ ബോട്ടം ഇത് നമ്മൾ ഒത്തിരി കളേഴ്സ് മുമ്പ് ഉണ്ടായിട്ടാണ്, എന്നിട്ട് ഇപ്പം എല്ലാം തീർന്നതാണ്. ഇപ്പോൾ ഇത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അൺസ്റ്റിച്ചഡ് ഉണ്ടാവില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 2490 ആണ്. ഇത് കണ്ടോ, അതിന് അടിപൊളിയാണ്. ഇതിന്റെ എൻഡിലോട്ട് നമ്മൾ ഇതേപോലെ ക്രോഷോലേസും കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ലാവൻഡർ കളറിലോട്ട് ഇതേപോലെ കോട്ടൺ ബോട്ടം ആണ് കേട്ടോ. ഇത് നോർമൽ കോട്ടൺ ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ കോട്ടൺ, മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ഇതേപോലെ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത് കണ്ടോ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നേക്കുന്നത്. രണ്ട് സൈഡ് ബോർഡർ ഒക്കെ വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. വേറെ ഇത് കാണിച്ചുതരാം. ഇപ്പം ഈ ഒരു പീസ് ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ റെഡി ആയിട്ടിരുന്ന പീസ് അങ്ങനെ കാണിക്കുന്നതാണ്. നല്ല അടിപൊളി. ഇതിന്റെ കളേഴ്സ് റിസീവ് ചെയ്തവർക്ക് അറിയാം. നല്ലൊരു ഫാബ്രിക്കും ആണ്. പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ്. ഇതുപോലെ അതിന്റെ ഇതുണ്ട്, വർക്ക് വന്നേക്കുന്നുണ്ടോ. പ്യുവർ ആണ്, നല്ല വെറൈറ്റി ഷെയ്ഡ് അല്ലേ ഇത്. ഇത് ടോപ്പ് ബോട്ടം ആണ് കേട്ടോ. ബോട്ടം വരുന്നില്ല, സോറി, ടോപ്പ് ദുപ്പട്ടയാണ്. ഇതിന്റെ ഒറിജിനൽ വർക്കാണ് വന്നേക്കുന്നത് കണ്ടോ. വൺ സൈഡിലോട്ട് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്.
ഇതുപോലെ ഉണ്ടാവും. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഹാഫ് കോളർ വിത്ത് റൗണ്ട് നെക്കാ ചെയ്തേക്കുന്ന ഫുള്ളി ചിക്കൻ കാരിയുടെ വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ആ ദുപ്പട്ടയുടെ ബാക്ക് സൈഡ് ഉണ്ടോ ഇതുപോലെ ആ വർക്ക് ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഉണ്ടാവും ഫുള്ളി ആ ഓൾ ഓവർ ആ ഒരു ചെറിയ ഫ്ലവേഴ്സ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് കണ്ടോ. വൺ സൈഡിൽ അടിപൊളി ഇതൊക്കെ കോട്ടൺ ദുപ്പട്ടയാണ്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതിന് നമുക്ക് എക്സൽ ലാർജ് എക്സൽ ആ ഒരു മെഷർമെന്റിലേക്ക് ഉള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് എക്സൽ വരേക്കും കേട്ടോ. ഇങ്ങനത്തെയുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മെറ്റീരിയലിന്റെ വിട്ട് കുറവാണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ലീവിലോട്ടൊക്കെ ജോയിന്റ് കൊടുക്കും കേട്ടോ. കണ്ടോ ഇതുപോലെ സ്ലീവിൽ ഈ അതായത് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് മിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇതുപോലെ അൺസ്റ്റിച്ചഡ് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ആ വിട്ട് കുറവാണെങ്കിൽ നമ്മൾ ജോയിന്റ് കൊടുക്കും. അത് ഞാൻ മുമ്പേ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാ ദുപ്പട്ട 4 സൈഡിലും ഒരു ചെറിയൊരു ചെറിയുടെ ബോർഡർ ഒക്കെ ഉണ്ട്. നല്ല വിട്ടും ദുപ്പട്ട നല്ല സ്മൂത്ത് ആട്ടോ. വേറൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് കണ്ടോ. ഇതിന്റെ ദുപ്പട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ദുപ്പട്ട ഇത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഫോമിൽ ഉണ്ടാവും. ഇതിന്റെ അപ്പം ഈ 2 ഷെയ്ഡ്സ് ആണുള്ളത്. ബോട്ടം വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ തന്നെ ഈ ഒരു ലുക്ക് തന്നെയായിരിക്കും. ഹാഫ് കോളർ വിത്ത് റൗണ്ട് നെക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്ക് മാറ്റി ചെയ്യാം. സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ വരുന്നത്. സെയിം എന്ന് പറഞ്ഞാൽ കളർ ലാവൻഡർ ആണ്. ഇത് കണ്ടോ ഇതിന്റെ വർക്ക് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പേൾസും ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഈ ഒരു കളർ എന്താ പറയാ ഇതുപോലെ ബോട്ടം വരുന്ന ഈ കളറാണ്. ദുപ്പട്ട ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ പ്രിന്റിൽ മാത്രം. ബാക്കി എല്ലാം ഇതുപോലെ ഉണ്ടോ ദുപ്പട്ട കണ്ടോ. ഇതാണ് ടോപ്പ് പ്ലസ് ദുപ്പട്ട. ബോട്ടം വരുന്നത് ഇതുപോലെ ഉണ്ടാവും. പാറ്റേൺ ഇതേപോലെയാണ്. നല്ല വെറൈറ്റി അല്ലേ. ഇതിന്റെ ബാക്കും ഫ്രണ്ടും എല്ലാം വർക്ക് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും സെയിം ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ വൺ സൈഡ് ഇതേപോലെ ബോർഡർ ആയിട്ട് ഇതിനൊരു വൈറ്റ് ബോർഡർ വരുന്നുണ്ട്. അതിന് ഇച്ചിരി അധികമായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ വൺ സൈഡ് നല്ല സ്റ്റൈലായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. വേറെ ഒരു മസ്ലിൻ ഫാബ്രിക് ഒക്കെയാണ്. ഇതുപോലെ സെമി പലാസോ ബോട്ടവും കൂടെ വേറെ ചെയ്തിട്ടുണ്ട്. ഈ നെക്കിലോട്ട് നമ്മൾ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു പ്യുവർ ടസറിന്റെ ലുക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷെ പ്യുവർ ടസർ അല്ല. ദുപ്പട്ട ഇതേപോലെ ഉണ്ടാവും. നല്ല വിട്ടും ലെങ്ത്തും ഇതുപോലെ ആ മിഡിലോട്ടുള്ള ബ്ലൂ ഒക്കെ നല്ല രസമുണ്ട്. നോക്കിയാൽ ഒത്തിരി കളേഴ്സ് ഉണ്ടായത് കേട്ടോ. ഇവിടെ ഡയറക്റ്റ് വന്ന് എല്ലാവരും ഇതിന്റെ കളേഴ്സ് ചെയ്യിച്ചു. അപ്പൊ ഇതൊരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. എക്സൽ സൈസ് വരെ ഉണ്ടാവും, അപ് ടു എക്സൽ വരെ. ബോട്ടം ഇതേപോലെ നോർമൽ കോട്ടൺ അല്ല കേട്ടോ, ഒരു സെമി സിൽക്ക് പോലത്തെ ഫാബ്രിക് ആണ്. ഓക്കെ, ഇതിന്റെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ക്രീം ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ ഇത് എന്റെ ബോട്ടമാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുള്ള ഏതെങ്കിലും അതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതുപോലെ ഉണ്ട്, നല്ല അടിപൊളി കേട്ടോ. എപ്പോഴും ഇതൊക്കെ ഓണം വിഷു അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് മാത്രമല്ല നമ്മൾ ഇടുന്നത്. എപ്പോഴും ഇങ്ങനെ ഈ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണിത്. ഓക്കെ, അപ്പം ഇത്രയും കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓരോന്നിന്റെ ഡിഫറെന്റ് റേറ്റ് ആണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അൺസ്റ്റിച്ചഡ് ആയിട്ട് 2-3 പീസേ ഉള്ളൂ. അത് വേണ്ടവർ പറഞ്ഞാൽ മതി. അല്ലാതെ സ്റ്റിച്ചഡ് ആണെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.